ഇനി നമ്മൾ പോകുന്നത് കാസർഗോട്ടേക്കാണ്. അവിടെ നിന്നും പിന്നീട് നമ്മൾ വടകരയ്ക്ക് വരും. അപ്പോൾ രാഷ്ട്രീയ ചൂടും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനിയുള്ള വാർത്താ പ്രഭാത യാത്രയിലും നമ്മൾ ഈ യാത്ര തുടരും. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് രണ്ട് ചേട്ടന്മാരെ നമ്മൾ രാവിലെ കണ്ടത്. അവർ രാവിലെ മുതൽ നമ്മൾ എത്തിയ സമയം മുതൽ കരാട്ടെ പ്രാക്ടീസിലാണ്. മൊത്തത്തിലൊരു മല്ലയുദ്ധമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രകടനം. മൊത്തത്തിൽ കണ്ണൂരിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അടിയുടെയും തടയുടെയും ഒരു മണ്ഡലമാണ് കണ്ണൂർ. അപ്പോൾ രാഷ്ട്രീയ അടവും രാഷ്ട്രീയ തടവും ഒക്കെ നമുക്കുണ്ട്. നന്നായിട്ട് കായികാഭ്യാസം നടത്തുന്നവരും ഉണ്ട് അല്ലേ. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്, പക്ഷേ കൊള്ളുമ്പോഴേ അറിയൂ അതിൻ്റെ സുഖം. അപ്പോൾ ബ്രദേഴ്സ്, ബ്രോ എന്താ പേര്? റെയ്സ്. എന്താ പേര്? ജിഷ്ണുവും റെയ്സും നിങ്ങളെന്താ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മുയ് തായ് എന്ന് പറഞ്ഞ ഒരു ആയോധന കലയാണ്. എന്താണ് മുയ് തായ്? മുയ് തായ് അത് എവിടുത്തെ? ചൈനീസ് ആണോ? തായ്ലൻഡിന്റെ ആയോധന കലയാണ്. സത്യം പറഞ്ഞാൽ ഇത് കളരിയിൽ നിന്ന് പോയൊരു മാർഷൽ ആർട്ടാണ്. കളരിയിൽ നിന്ന് പോയൊരു മാർഷൽ ആർട്സ് ആണ് മുയ് തായ് അല്ലേ? കുൻഫു പോലെ. ഒന്ന് പഠിച്ചാലോ മുയ് തായ്? എന്താ മുയ് തായുടെ ഒരു ബേസിക് സ്റ്റെപ്പ് ഒന്ന് പഠിപ്പിച്ചേ. മുയ് തായുടെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മാർഷൽ ആർട്സ് ഓഫ് 8 limbs. It's 8 limbs. അതായത് രണ്ട് ഫിസ്റ്റ്, ഇടത് കൈ വലത് കൈ, നമ്മുടെ രണ്ട് എൽബോ, രണ്ട് നീ, പിന്നെ രണ്ട് കാൽപാദം. അതിന്റെ അതുകൊണ്ടുള്ള കളിയാണ് മെയിൻ ആയിട്ട്. ഒരു ബേസിക് പഞ്ച് പഠിപ്പിച്ചേ. ബേസിക് പഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ എറിയുന്ന ബേസിക് പഞ്ചാണ്. ഇത്രേ പാടുള്ളൂ കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ്. ഓക്കെ, മൊത്തത്തിൽ ഇതാണ് നോർമൽ ഫൈറ്റിംഗ് ചാൻസ്. ബേസിക് ആയിട്ട് നിൽക്കുന്നത്. പെട്ടെന്ന് ഒരാൾ ആക്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ ഇത് മതി. പെട്ടെന്ന് ഒരാൾ ആക്രമിച്ചാൽ നമുക്ക് അത് നമ്മുടെ യുക്തി പോലെയാണ്. അപ്പൊ ഈ പെൺകുട്ടികളെ ഇതൊക്കെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താ പറയുന്നത്? അവർ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ട്. സ്ത്രീകളും കുട്ടികളും പഠിച്ചിരിക്കേണ്ട ഒരു ആയോധന കല മുയ് തായ്. കാരണം ഇന്ത്യയിൽ അത്രക്കും ഒരു പ്രചാരത്തിൽ വരാത്തൊരു ആയോധന കലയാണ്. കാരണം സാധാരണ കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോഴും പ്രാക്ടീസ് സെഷനിലായാലും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ബെൽറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിന് ഗ്രേഡിംഗ് സിസ്റ്റം, കുറെ ചാമ്പ്യൻഷിപ്പ് ആണ് ഓരോ മെയിൻ ആയിട്ട്. പിന്നെ ഗ്രേഡിംഗ്. താങ്കൾ ഏത് ലെവലിലേക്ക് എത്തിയിരിക്കുന്ന ചാമ്പ്യൻഷിപ്പ് ആണ്? പയ്യാമ്പലം ചാമ്പ്യൻ ആണ്? അല്ലല്ല, സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ താങ്കൾ പഠിക്കുന്നത് എവിടെയാ? പഠിക്കുന്നത് അഷ്ടാംഗ യുദ്ധം എന്ന് പറയും. അഷ്ടാംഗ യുദ്ധം ആയുർവേദമാണോ? ആയുർവേദം എന്നല്ല, ഇത് മാർഷൽ ആർട്സ് തന്നെയാണോ? മാർഷൽ ആർട്സ്. അത് ഇതിന്റെ പേര് കൊടുത്തതാണ് നമ്മുടെ ഗുരുനാഥൻ, ഗ്രാൻഡ് മാസ്റ്റർ. ഇദ്ദേഹമാണ് നമ്മുടെ മാസ്റ്റർ. ഞാൻ ശിഷ്യനോടാണോ സംസാരിച്ചത്? തെറ്റിപ്പോയി മാസ്റ്റർ. അപ്പൊ താങ്കളാണ് മാസ്റ്റർ മുയ് തായ് അല്ലേ? എത്ര പേരുണ്ട് ശിഷ്യന്മാര്? 45 പേരുണ്ട്. 45 പേര് ശിഷ്യന്മാരുണ്ട് അല്ലേ? കണ്ണൂരിലേക്ക് ആവശ്യമായിട്ടുള്ള അടിയും തടയൊക്കെ പഠിപ്പിച്ചു കൊടുക്കും അല്ലേ? കണ്ണൂരാണോ സ്വദേശം? കണ്ണൂർ സിറ്റി. ആ സ്ഥലത്തിന് എന്താ പറഞ്ഞപ്പോ? അഷ്ടാംഗ യുദ്ധം പറഞ്ഞാല് 8 അംഗത്തിനെ കൊണ്ട് യുദ്ധം. സംസ്കൃതമാണ് ഭാഷ. 8 അംഗം പറഞ്ഞ 1 2 3 4 5 6 7 നമുക്കൊരെണ്ണം കൂടെ ഉണ്ട്. ഇനി പരിപാടി 9ാമത് അല്ലേ? തലവച്ചിടി. അപ്പൊ ചേട്ടാ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ അടിയും തടയൊക്കെ ഉണ്ട്? രാഷ്ട്രീയ ഇടയും തടയും എന്താണ് കണ്ണൂരിലെ അവസ്ഥ? കണ്ണൂരിൽ ആർക്കാ ഒരു ശക്തമായ ഒരു ആക്രമണ സ്വഭാവം? കണ്ണൂരിൽ മെയിനായിട്ട് പൊളിറ്റിക്ക് മെയിൻ കൊടുക്കുന്നില്ല. വോട്ട് ചെയ്യുമല്ലോ. വോട്ടും കുറേ ചെയ്യാത്ത അതേപോലെ തന്നെ അധികം ഉണ്ടാവാറില്ല. അധികം കർണാടകത്തിലാണ് ഉണ്ടാവാറ്. ജോലി അവിടെയാണ്. ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരും. കുറച്ച് കാലമായിട്ടുള്ളൂ കേരളത്തിൽ. വോട്ട് ചെയ്യണം. നിർണായകമായ വോട്ടാണ്. വോട്ട് ചെയ്യിപ്പിക്കുക എന്നത് കൂടിയാണ് നമ്മുടെ യാത്രയുടെ ഉദ്ദേശം. അപ്പോൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യണം. ഒരു ദിവസം ഓഫ് എടുത്ത് തിരിച്ചു വരിക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളുടെ യാത്ര നമ്മൾ തുടരുകയാണ്.